ഹലോ സ്റ്റുഡൻസ്, നമ്മളപ്പോൾ ഇവിടെ ഇൻസേർട്ട് ടാബാണ്, പവർ പോയിൻറ്റിനകത്തുള്ള ഇൻസേർട്ട് ടാബാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ ടേബിളും സ്ലൈഡും എന്നുള്ള കമാൻഡ് ഗ്രൂപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമേജസ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പാണ്. അതിനകത്ത് നമുക്ക് ഈ 3 കമാൻഡ്സാണ് അതിനകത്ത് കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് പിക്ചേഴ്സ്, സ്ക്രീൻഷോട്ട്, ഫോട്ടോ ആൽബം. അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം എന്താണ് പിക്ചേഴ്സ് കമാൻഡ് ഗ്രൂപ്പ് എന്നുള്ളത് നോക്കാം. ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ഓപ്ഷൻ അവൈലബിൾ ആണ്. ഞാനത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ എന്താ വന്നത്? ഇൻസേർട്ട് പിക്ചർ ഫ്രം യുവർ കമ്പ്യൂട്ടർ, സ്റ്റോക്ക് ഇമേജ് ലൈബ്രറി ഓർ ഓൺലൈൻ സോഴ്സസ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള പിക്ചേഴ്സ് ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. സ്റ്റോക്ക് ഇമേജ് ലൈബ്രറിയിൽ നിന്ന് നിങ്ങൾക്ക് പിക്ചേഴ്സ് എടുക്കാം, ഓർ ഓൺലൈൻ സോഴ്സസ്. ഇനി നമുക്ക് എന്താണ് ഇതൊക്കെയെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. This device നമുക്ക് എന്ത് ചെയ്യാം? ഇൻസേർട്ട് പിക്ചർ ഫ്രം യുവർ കമ്പ്യൂട്ടർ ഓർ ഫ്രം അതർ കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് യു ആർ കണക്റ്റഡ് ടു. നിങ്ങൾക്കൊന്നുകിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിരിക്കുന്ന പിക്ചേഴ്സ്, അതായത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതായിട്ടുള്ളതോ നിങ്ങളുടെ ഫോൺ ഗാലറിയിൽ നിന്ന് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിട്ട് ഉള്ള പിക്ചേഴ്സ് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് കമ്പ്യൂട്ടറിൽ നിന്ന് ഈ കമ്പ്യൂട്ടറുമായിട്ട് വേറെ ഏതെങ്കിലും കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഇമേജസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രസൻറ്റേഷൻ സ്ലൈഡിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. നമുക്കപ്പോൾ ഫസ്റ്റ് എന്താണെന്നതൊന്ന് നോക്കാം. ജസ്റ്റ് കണ്ടോ, അത് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഫയലിലേക്കാണ് പോയിട്ടുള്ളത്. ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഇമേജ് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു പിക്ചർ സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഇവിടെ ഇൻസേർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ കൊടുത്ത പിക്ചർ, നമ്മൾ സെലക്ട് ചെയ്ത പിക്ചർ എന്താവും? ഇവിടെ ഇൻസേർട്ട് ആയത് നമുക്ക് കാണാൻ പറ്റും. പിക്ചർ ഇൻസേർട്ട് ആവുന്ന ടൈമിൽ തന്നെ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു ഡിസൈനർ എന്ന് പറയുന്ന ഒരു ടാസ്ക് പെയിൻ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അതിൽ നിന്ന് എന്ത് ചെയ്യാം? നമുക്ക് ഓരോ ലേഔട്ടുകൾ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഇതിനകത്ത് കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലേഔട്ട് നമ്മുടെ ഏതാണ്? ടൈറ്റിൽ ആൻഡ് കണ്ടൻറ് എന്നുള്ള ഒരു ലേഔട്ടാണ് ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡിസൈനർ എന്ന് പറയുന്ന ടാസ്ക് പെയിനിൽ നിന്ന് മറ്റ് ലേഔട്ടുകൾ എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, ഇവിടെ കുറേ ലേഔട്ട്സ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് സെലക്ട് ചെയ്ത് എന്ത് സംഭവിക്കും? നിങ്ങളുടെ പിക്ചേഴ്സ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അടുത്തതായിട്ട് നമുക്ക് എന്താണ് ഈ സ്റ്റോക്ക് ഇമേജസ് എന്ന് നോക്കാം. Unleash your imagination with the premium content from the stock library. സ്റ്റോക്ക് ലൈബ്രറി എന്ന് പറയുന്നത് നമ്മുടെ മൈക്രോസോഫ്റ്റായിട്ട് തന്നെ മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റിനകത്ത് വരുന്ന കുറച്ച് ഇമേജസ് അവർ ലോഡ് ചെയ്തിരിക്കുന്ന ഒരു തരം ലൈബ്രറിയാണ്. ഇമേജസിൻ്റെ ഒരു ലൈബ്രറിയാണ് ഈ സ്റ്റോക്ക് ഇമേജസ് എന്ന് പറയുന്നത്. അവരുദ്ദേശിക്കുന്നത് എന്താണ്? അൺലീഷ് യുവർ ഇമാജിനേഷൻ. നിങ്ങളുടെ അൺലീഷിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ അഴിച്ചു വിടുക എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ ഇമാജിനേഷനെ അഴിച്ചു വിടുക എന്നാണ് അവർ പറയുന്നത്. മീൻസ് പ്രീമിയം കണ്ടൻറ്റഡ് ഫോട്ടോസ് യൂസ് ചെയ്ത് നിങ്ങളുടെ പവർ പോയിൻറ്റിനെ നിങ്ങളുടെ ഇമാജിനേഷൻസ് വെച്ച് എത്രത്തോളം മനോഹരമാക്കാൻ പറ്റുന്നോ അത്രയും മനോഹരമാക്കുക എന്നാണ് എന്ത് ചെയ്യുന്നത് അവരുദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്താണ് സ്റ്റോക്ക് ഇമേജസ്. സ്റ്റോക്ക് ഇമേജസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം കൺഫേം ചെയ്യേണ്ടത് നിങ്ങളുടെ സിസ്റ്റം ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആണോ എന്ന് കൺഫേം ചെയ്യുക. കാരണം സ്റ്റോക്ക് ഇമേജസ് നമുക്ക് എപ്പോഴും ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവൈലബിൾ ആവുള്ളൂ. ഈ സ്റ്റോക്ക് ഇമേജസും ഓൺലൈൻ പിക്ചേഴ്സും അവൈലബിൾ ആവുള്ളൂ. ഓൺലൈൻ പിക്ചേഴ്സ് എന്ന് പറയുമ്പം ഫൈൻഡ് ആൻഡ് ഇൻസേർട്ട് പിക്ചേഴ്സ് ഫ്രം എ വെറൈറ്റി ഓഫ് ഓൺലൈൻ സോഴ്സസിൽ നിന്ന് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പിക്ചേഴ്സ് സെലക്ട് ചെയ്യാം. ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബിങ് ആണ്. ബിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ ഒരു സെർച്ച് എഞ്ചിനാണ് ബിങ് എന്ന് പറയുന്നത്. ബിങ് ആണ് ഓപ്പൺ ആവുന്നത്. ഫസ്റ്റ് നമുക്ക് ആദ്യം സ്റ്റോക്ക് ഇമേജ് എന്താണെന്ന് പഠിച്ചതിന് ശേഷം അതിലേക്ക് മൂവ് ചെയ്യാം. സ്റ്റോക്ക് ഇമേജസ് ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്കൊരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരുന്നത് കാണാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സാണ് നമുക്ക് ഓപ്പൺ ആയി വന്നിട്ടുള്ളത്. ഇതിനകത്ത് സ്റ്റോക്സ്, ഐക്കൺസ്, കട്ടൗട്ട്, ഒരുപാട് ഐക്കൺസ് അവൈലബിൾ ആണ്. കണ്ടോ, ഓരോ ഹ്യൂമൻ ബീയിങ്ങിനെ പോലെ കുറച്ച് കട്ടൗട്ട്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. കൂടാതെ എന്തുണ്ട്? സ്റ്റിക്കേഴ്സ്,
പലതരത്തിലുള്ള സ്റ്റിക്കേഴ്സ് നമ്മൾ വാട്സാപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ പല ടൈപ്പ് സ്റ്റിക്കേഴ്സ് ഉണ്ട്, വീഡിയോസ് ഉണ്ട്. കണ്ടോ, ഓരോ ജിഫ് വീഡിയോസ് പോലെ ഓരോ വീഡിയോസ് നമുക്കിതിനകത്ത് അവൈലബിൾ ആണ്. ഇല്ലസ്ട്രേഷൻസ് ഉണ്ട്, കാർട്ടൂൺ പീപ്പിൾസ് ഉണ്ട്. കണ്ടോ, ഇതൊക്കെയാണ് കാർട്ടൂൺ പീപ്പിൾസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിപ്പോൾ ഇമേജാണ് ആവശ്യം. ഇമേജ് മാത്രമല്ല, സ്റ്റോക്ക് ഇമേജസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതെല്ലാം നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് നിന്ന് തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതുകൂടാതെ എന്ത് ചെയ്യാം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണ്ടൻറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് സെർച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ ഫയലിൽ നിന്ന് കൊടുത്ത ഒരു ഇമേജ് ഫ്ലവറിൻ്റെതാണ്. നമുക്കപ്പോൾ എന്ത് ചെയ്യാം, ഫ്ലവർ തന്നെ സെർച്ച് ചെയ്ത് നോക്കാം. കണ്ടോ, ഒരുപാട് തരത്തിലുള്ള ഫ്ലവേഴ്സ് നമുക്ക് എന്താണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ട് വരും. കണ്ടോ, നമുക്ക് ഈ ഒരു ഫ്ലവർ നമുക്ക് അതിൻ്റെ കൂടെ ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഇൻസേർട്ട്, ഡൗൺലോഡ് ചെയ്യാണ് പിക്ചറിനെ. കണ്ടോ, ഒരു ഹ്യൂജ് സൈസിലുള്ള ഒരു ഫ്ലവറിൻ്റെ ഇമേജ് അവിടെ വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. കണ്ടോ, പിന്നെ ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് മൂവ് ചെയ്ത് കൊണ്ട് നമ്മുടെ ഈ ഒരു ഇമേജിൻ്റെ അടുത്ത് വെക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവർ, ഞാനിപ്പോൾ ഫ്ലവർ തന്നെ വേണമെന്ന് പറയത്തില്ല, നിങ്ങളുടെ കണ്ടൻറ്റ് എന്താണോ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പിക്ചർ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്ക് ഇമേജസ് എന്താണെന്ന് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത് എന്താണ്, ഓൺലൈൻ പിക്ചേഴ്സ്. ഫൈൻഡ് ആൻഡ് ഇൻസേർട്ട് പിക്ചേഴ്സ് ഫ്രം എ വെറൈറ്റി ഓഫ് ഓൺലൈൻ സോഴ്സസ്. നമുക്ക് നോക്കാം എന്താണെന്ന്. കണ്ടോ, ഓൺലൈൻ പിക്ചേഴ്സ് വന്നിട്ടുണ്ട്. പവേർഡ് ബൈ ബിങ് ആണ് നമുക്ക് ഈ പിക്ചേഴ്സൊക്കെ തരുന്നത്. കണ്ടോ, ഇതിനകത്ത് ഓൾറെഡി നമുക്ക് കുറേ കാണാൻ പറ്റും. എയ്റോപ്ലെയിൻ, ആനിമൽസ്, ആപ്പിൾ, ഓട്ടം, ബാക്ക്ഗ്രൗണ്ട്, ബലൂൺ, ബേസ്ബോൾ, ബീച്ച്. അപ്പോൾ ഇതൊക്കെ ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴും എന്ത് സംഭവിക്കും, കണ്ടോ, നമ്മളെ കണ്ടൻറ്റ് ഇതിനകത്തുണ്ട്. ഫ്ലവർ എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻസ് ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്താൽ വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സ് നമുക്ക് എന്താവും, ഇതിനകത്ത് തന്നെ അവൈലബിൾ ആവും. കണ്ടോ, ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫ്ലവർ ഫസ്റ്റ് സെലക്ട് ചെയ്യുക. ഞാൻ ഈ റെഡ് കളർ ഫ്ലവർ സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് എന്ത് കൊടുക്കുന്നു, ഇൻസേർട്ട് കൊടുക്കുന്നു. ഡൗൺലോഡിങ് പിക്ചർ. ആൻ എറർ occurred while importing. അപ്പോൾ അതെന്തോ ഫയൽ ആയതുകൊണ്ടായിരിക്കണം ആ ഇമേജ് നമുക്ക് ഇതിനകത്ത് വന്നിട്ടില്ല. നമുക്കൊന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ഫ്ലവേഴ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഹിബിസ്കസ്. നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പം നമുക്ക് ഒരു ഇമേജ് മാത്രമായിട്ടല്ല, എന്തോ ഇഷ്യൂ ഉണ്ട്. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് occurred while importing this. നമുക്ക് ഒന്ന് നോക്കാം എന്താ ഇഷ്യൂ എന്താണെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതെല്ലാം ഫയൽ സൈസ് വലുതായത് കൊണ്ടാണ് ഇതിനകത്ത് വരാത്തത്. നമുക്ക് വേറൊരു പിക്ചർ ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഫ്ലവേഴ്സ് തന്നെ എടുക്കുകയാണ് ഞാൻ. ഈ ഒരു ലോട്ടസിൻ്റെ പിക്ചർ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഇൻസേർട്ട്. ഓക്കെ, അത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഫയൽ ഇതിനകത്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫയലായതുകൊണ്ട് അത് ഇതിനകത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതിത്രയാണ് മെയിൻലി ഈ കമാൻഡ് ഗ്രൂപ്പിനകത്ത് വരുന്നത്. പിക്ചേഴ്സ് എന്നുള്ള കമാൻഡ് ഗ്രൂപ്പിനകത്ത് വരുന്ന ആദ്യത്തെ പിക്ചർ എന്നുള്ള
കമാൻഡിനകത്ത് വരുന്ന 3 ഓപ്ഷൻസ് ആയിരുന്നു നമ്മൾ പഠിച്ചത്. ഈ എന്തൊക്കെയായിരുന്നു? ദിസ് ഫയൽ, ദിസ് ഡിവൈസ്, സ്റ്റോക്ക് ഇമേജസ്, ഓൺലൈൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, മൂന്ന് ഡിഫറെൻറ്റ് ടൈപ്പിൽ നിന്ന് നമുക്ക് പിക്ചേഴ്സ് ഇൻസേർട്ട് ചെയ്യാം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വൺ, നമ്മുടെ ഡിവൈസിലുള്ള പിക്ചർ ഇൻസേർട്ട് ചെയ്യാം. മൈക്രോസോഫ്റ്റിൻ്റെ സ്റ്റോക്ക് ഇമേജസിൽ നിന്ന് ഇൻസേർട്ട് ചെയ്യാം. ഇതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഓൺലൈൻ വെബ്സൈറ്റ്, ഓൺലൈൻ സെർച്ച് എഞ്ചിനായ ബിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, മൈക്രോസോഫ്റ്റിൻ്റെ തന്നെയാണ് ബിങ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സെർച്ച് ചെയ്ത് ഇമേജ് എടുക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് വരുന്നത് സ്ക്രീൻഷോട്ട് എന്ന് പറയുന്ന ഒരു കമാൻഡാണ്. നമുക്ക് ചെക്ക് ചെയ്യാം എന്താണ് സ്ക്രീൻഷോട്ട് എന്നുള്ളത്. ക്വിക്ക്ലി ആഡഡ് എ സ്നാപ്ഷോട്ട് ഓഫ് എനി വിൻഡോ ദാറ്റ് ഓപ്പൺ ഓൺ യുവർ ഡെസ്ക്ടോപ്പ് ടു യുവർ ഡോക്യുമെൻറ്റ്. സ്ക്രീൻഷോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ എന്തെങ്കിലും ഇപ്പോൾ ഈ പവർ പോയിൻറ്റിൻ്റെ സ്ക്രീൻ അല്ലാതെ എന്തെങ്കിലും ഒരു ഫയലോ എന്തെങ്കിലും ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഡെസ്ക്ടോപ്പിൽ എന്താണോ ഓപ്പൺ ആയി കിടക്കുന്നത് അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ക്രീൻഷോട്ട് എടുക്കുന്നു. നമ്മൾ ഫോണിലൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കുന്ന പോലെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് പേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ടേക്ക് എ സ്ക്രീൻഷോട്ട് എന്നുള്ളത് ഞാൻ ക്ലിക്ക് ചെയ്യുവാണ്. സ്ക്രീൻ ക്ലിപ്പിംഗ്. Take a quick snapshot of part of the screen and add it to your document. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഡെസ്ക്ടോപ്പിൻ്റെ ഒരു സ്ക്രീൻ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ക്രീനിനെ നമുക്ക് എന്താക്കാൻ പറ്റും? ഇതിനകത്ത് കോപ്പി ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ പ്രസൻറ്റേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു പിക്ചറിനെ അല്ലെങ്കിൽ ആ ഒരു സ്ക്രീൻഷോട്ട് ഇമേജിനെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം. കണ്ടോ, ഇതാണ് ഞാനിപ്പോൾ കറൻ്റ്ലി ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരുന്ന ഒരു ക്രോമിൻ്റെ എന്താണ് പവർ പോയിൻ്റ് എന്നുള്ള സോഫ്റ്റ്വെയർ എന്താണെന്നുള്ള ഒരു ഇമേജ് ഒരു സെർച്ച് ചെയ്ത് ഞാൻ വെച്ചിരുന്നതാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനാണ് വന്നത്. ഈ സ്ക്രീനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെലക്ട് ചെയ്യാൻ പറ്റും ഏത് തൊട്ട് ഏത് വരെയാണ് നിങ്ങൾക്ക് ഈ സ്ലൈഡിനകത്ത് ആഡ് ചെയ്യേണ്ടത്. ഞാനപ്പോൾ ഇവിടം തൊട്ട് സെലക്ട് ചെയ്യുകയാണ്. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം? അത് Ctrl+Z കൊടുത്തിട്ട് ജസ്റ്റ് ആ പവർ പോയിൻറ്റിൻ്റെ ലോഗോ ഒക്കെ വരുന്ന പോർഷൻ മാത്രം നമുക്ക് എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാം. ഈ ഒരു സെക്ഷൻ മാത്രം. എന്താണ് പവർ പോയിൻ്റ് എന്നും ആ ഒരു ഇമേജും അതിനെപ്പറ്റിയുള്ളൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷനും മാത്രം സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് എന്ത് ചെയ്യുക? ഈ സ്ലൈഡിൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, ഇതിനെ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇമേജസിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് സ്ക്രീൻഷോട്ട് എന്ന് പറയുന്ന ഒരു കമാൻഡ്, ഈ ഇമേജസ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പിനകത്ത് വരുന്നത്. നെക്സ്റ്റ്, ന്യൂ ഫോട്ടോ ആൽബം. ക്രിയേറ്റ് എ ബ്യൂട്ടിഫുൾ പ്രസൻറ്റേഷൻ ഫോർ യുവർ ഫേവറേറ്റ് കളക്ഷൻ. നിങ്ങളുടെ ഫേവറേറ്റ് കളക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ഫോട്ടോ ആൽബം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ആ ഡ്രോപ്പ് ഡൗൺ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യാം. ന്യൂ ആൽബം. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ആൽബം ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്താവും? ന്യൂ ആൽബം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്രിയേറ്റ് എ ബ്യൂട്ടിഫുൾ പ്രസൻറ്റേഷൻ ഫോർ യുവർ ഫേവറേറ്റ് ഫോട്ടോ കളക്ഷൻ. നിങ്ങളുടെ ഫേവറേറ്റ് ഫോട്ടോ കളക്ഷനിൽ നിന്ന് നിങ്ങൾക്കൊരു ആൽബം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൽബംസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓപ്ഷൻ അവൈലബിൾ ആണ്, എഡിറ്റ് ഫോട്ടോ ആൽബം. ഇതിപ്പോൾ നമ്മൾ വേറെ ആൽബംസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് അത് ഇനാക്റ്റീവായിട്ട് കിടക്കുന്നത്. നമുക്ക് നോക്കാം. ക്രിയേറ്റ് എ ഫോട്ടോ ആൽബം എന്താണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് എന്ത് ചെയ്യുക? ഫയൽ ഓർ ഡിസ്ക്, അതായത് നമ്മൾ ഇതിനകത്ത് സേവ് ചെയ്തിരിക്കുന്ന ഇമേജസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെലക്ട് ചെയ്ത് ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ സേവ് ചെയ്തിരിക്കുന്ന ഇമേജാണ്, ഞാൻ ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ഒരെണ്ണം ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിക്ചേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും? സെലക്ട് ചെയ്ത്, ഇപ്പം ഞാൻ 1-2 പിക്ചേഴ്സ് സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഈ 4 പിക്ചേഴ്സും കൂടെ സെലക്ട് ചെയ്ത് ഇൻസേർട്ട് ചെയ്തു.
അപ്പോൾ ടോട്ടൽ 5 പിക്ചേഴ്സ് ഞാൻ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബോക്സ് ഒരെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് എനിക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇമേജസ് ഇതൊക്കെയാണ്. ദെൻ ഓൾ പിക്ചേഴ്സ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പിക്ചേഴ്സിനെ എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ എല്ലാ പിക്ചേഴ്സും എന്തായിട്ടുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് മാറിയിട്ടുണ്ട്. അതിനകത്തൊരു സെലക്ഷൻ ബോക്സ് ഉണ്ട്, നമുക്ക് ആവശ്യമുള്ള പിക്ചേഴ്സ് മാത്രം ടിക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ റിമൂവ് ചെയ്യാം. കണ്ടോ, ഇപ്പം ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് പഴയതുപോലെ കളറിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിക്ചറിൻ്റെ ലേഔട്ടുകളാണ്. പിക്ചർ വിത്ത് ടൈറ്റിൽ, നമുക്ക് എന്ത് ചെയ്യാം, പിക്ചറിൻ്റെ കൂടെ എന്തെങ്കിലും ടൈറ്റിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് നമുക്ക് ആ ഒരു ഫ്രെയിമിൻ്റെ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് റൗണ്ട് വേണോ, റെക്റ്റാങ്കിൾ വേണോ, ബ്ലാക്ക് ഫ്രെയിം വേണോ, നമുക്ക് ആവശ്യമുള്ള ഫ്രെയിമൊക്കെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. റെക്റ്റാങ്കിൾ കൊടുക്കാം, സെൻറ്റർ ഷാഡോ റെക്റ്റാങ്കിൾ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിൽ ചേഞ്ച് വരുന്നത്. തീംസ് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ തീം കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്രൗസ് ചെയ്ത് തീംസ്, നമ്മുടെ ഗാലറിയിലുള്ള തീംസ് എന്തെങ്കിലുമൊക്കെ ബ്രൗസ് ചെയ്ത് സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത്, ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് നോക്കാം ഫോട്ടോ ആൽബം ക്രിയേറ്റ് ആവുമോ എന്നുള്ളത്. കണ്ടോ, പുതിയൊരു പ്രസൻറ്റേഷൻ പോലെ എന്ത് സംഭവിച്ചു, ഒരു ആൽബം, നമ്മുടെ ഫോട്ടോ ആൽബം എന്തായി, പുതിയൊരു പ്രസൻറ്റേഷൻ ഫയൽ ഓപ്പൺ ആയി. എന്തായിട്ടുണ്ട്, ഈ ഫോട്ടോസ് ഇത്രയും ഒരു ആൽബമായിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഫോട്ടോ ആൽബം എന്ന് പറഞ്ഞ് ഇമേജ് കമാൻഡ് ഗ്രൂപ്പിനകത്ത് പഠിച്ചത്. അപ്പോൾ ഇത് ഇത്രയാണ് ഇമേജസ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പിനകത്ത് വരുന്ന പിക്ചേഴ്സ്, സ്ക്രീൻഷോട്ട്, ഫോട്ടോ ആൽബം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കാമിയോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ആഡ് യുവർ ക്യാമറ ഫീഡ് ഡയറക്റ്റ്ലി ഇൻ ടു യുവർ സ്ലൈഡ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ക്യാമറയുടെ ഹെൽപ്പോട് കൂടി നിങ്ങളുടെ ഫേസിൻ്റെ ഇമേജ്, അങ്ങനെ ഫേസിൻ്റെ ഇമേജോ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ക്യാമറ യൂസ് ചെയ്ത് എന്തെങ്കിലും പിക്ചേഴ്സ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കാമിയോ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അതിനും ഡ്രോപ്പ് ഡൗൺ ഓപ്ഷൻ വരുന്നുണ്ട്. ദിസ് സ്ലൈഡ്, ഓൾ സ്ലൈഡ്, അതായത് 2 ഓപ്ഷൻസ് ആണ്. ഒന്നുകിൽ നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ലൈഡിനകത്ത് നിങ്ങൾക്ക്, അതായത് ഇപ്പോൾ കറൻ്റ്ലി സെലക്ഷൻ നിൽക്കുന്നത് ഈ സ്ലൈഡ് 1 എന്നുള്ള ഇതിനകത്താണ്. അപ്പോൾ അതിനകത്ത് എന്ത് സംഭവിക്കും, നിങ്ങളുടെ ആ ഇമേജ് ആഡ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാ സ്ലൈഡിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഇമേജ്, ഈ ക്യാമറ യൂസ് ചെയ്ത് നമ്മൾ എടുക്കുന്ന ഇമേജിനെ എല്ലാ സ്ലൈഡിലും ഇൻസേർട്ട് ചെയ്യാനാണ് ഓൾ സ്ലൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നത്. അത് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ഒരു ക്യാമറ ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഗ്രൂപ്പാണ് ഫസ്റ്റ് ഓപ്പൺ ആയത്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഫസ്റ്റ് ഈ കാമിയോ എന്നുള്ളത് ഓപ്പൺ ചെയ്യുക. അതൊരു കണ്ടോ, ഇപ്പോൾ ഈ ഒരു കമാൻഡ് ഗ്രൂപ്പില്ല, സോറി, ഈ സ്ലൈഡ്സിനകത്തൊക്കെ നിങ്ങളൊരു എന്താണ് ഇങ്ങനെ നമ്മൾ ഈ ഫോട്ടോ ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ നിങ്ങൾക്ക് ഈ സ്ലൈഡിനകത്ത് കാണാനായിട്ട് പറ്റും. കാമിയോ എന്ന് പറയുന്ന ഓപ്ഷനെ നമുക്ക് ഈ ബ്ലാങ്ക് പ്രസൻറ്റേഷനകത്ത് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ഞാൻ ക്ലിക്ക് ചെയ്തു, കണ്ടോ, അപ്പോൾ ഈ ക്യാമറ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിനകത്ത് ആക്റ്റീവായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് ക്യാമറ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് തന്നെ എന്ത് ചെയ്യാം, ഡയറക്റ്റ്ലി ക്യാമറ യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് ഇതിനകത്ത് കാണിക്കാൻ പറ്റും. എനിക്കിപ്പോൾ ഇതിനകത്ത് വെബ് ക്യാം ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് അത് ആക്റ്റീവ് ആവാത്തത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണ്ടോ, ഇങ്ങനെ ഒരു ഇമേജ് ഓപ്പൺ ആവും. ഇവിടെ നിന്ന് ഇവിടെ ഒരു ക്യാമറയുടെ സിമ്പൽ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്താൽ എന്താവും, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സിസ്റ്റത്തിൽ വെബ് ക്യാം അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് സെലക്ട് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഫേസ് ഡയറക്റ്റ്ലി കാണിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇമേജ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ എന്ത് ചെയ്യാം, അതിനകത്ത് കാണിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഇത്രയാണ് മെയിൻലി ഈ കാമിയോ എന്ന് പറയുന്ന ഓപ്ഷനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ പിക്ചർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത്
ഒരു പിക്ചർ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്തപ്പോഴും ക്യാമിയോ എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോഴും നിങ്ങൾക്ക് പുതിയ 2 ടാബുകൾ ഓപ്പൺ ആയത് കാണാൻ പറ്റും. ഈ ക്യാമറ ഫോർമാറ്റ് എന്നും പിക്ചർ സെലക്ട് ചെയ്ത സമയത്ത് പിക്ചർ ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ടും ഓരോ ടാബുകൾ ഓപ്പൺ ആയത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആൽബമാണ് ഇതിനകത്ത് നേരത്തെ ഓപ്പൺ ആയത്. നമുക്കത് ക്ലോസ് ചെയ്യാം. ഞാൻ ആ ആൽബം യൂസ് ചെയ്യാത്തത് കൊണ്ടാണത് സേവ് ചെയ്യാത്തത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ ആൽബത്തിനെ സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടു കാണും ഈ പിക്ചർ ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു ടാബ്. അത് പ്രസ് ചെയ്യുമ്പോൾ എന്തൊക്കെയുണ്ട് അതിനകത്ത്? അഡ്ജസ്റ്റ് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഗ്രൂപ്പ് കാണാൻ പറ്റും. ആദ്യത്തെ കമാൻഡ് ഗ്രൂപ്പാണ് അഡ്ജസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് പിക്ചർ സ്റ്റൈൽ. പിക്ചർ സ്റ്റൈലും അറേഞ്ചും സൈസും ഒക്കെ നോർമലി നമ്മൾ എല്ലാ ഫോർമാറ്റിംഗ് വരുന്ന എല്ലാ ടാബിനകത്തും വരുന്ന സെയിം ഓപ്ഷൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. നമുക്കപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേതാണ് അഡ്ജസ്റ്റ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പ്. അതിൽ ആദ്യത്തെ കമാൻഡാണ് റിമൂവ് ബാക്ക്ഗ്രൗണ്ട്. ഓട്ടോമാറ്റിക്കലി റിമൂവ് അൺവാണ്ടഡ് പോർഷൻ ഓഫ് ദ പിക്ചർ. ഇതിനകത്ത് നിന്ന് അൺവാണ്ടഡ് ആയിട്ടുള്ള പോർഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റും. നമ്മുടെ പിക്ചറിൽ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിനെ എന്ത് ചെയ്യാം, റിമൂവ് ചെയ്ത് കളയാം. ഇഫ് needed, use mark to indicate areas to keep or റിമൂവ് ഫ്രം ദ പിക്ചർ. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് അൺവാണ്ടഡ് എന്ന് സിസ്റ്റത്തിന് തോന്നുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിനെ അതെന്ത് ചെയ്യും, റിമൂവ് ചെയ്ത് കളയും. എന്നാൽ അതിനകത്ത് റിമൂവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് നമുക്ക് ആവശ്യമുള്ളതാണെങ്കിലോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏരിയ മാർക്ക് ചെയ്തിട്ട് ബാക്കി പോർഷൻ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിമൂവ് ചെയ്ത് കളയാനായിട്ടുള്ള ഒരു ഓപ്ഷനും ഇതിനകത്ത് അവൈലബിൾ ആണ്. നമുക്ക് നോക്കാം. റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, കുറച്ച് പുതിയ കമാൻഡ്സ് ഇതിനകത്ത് ആഡ് ആയിട്ടുണ്ട്. അതിൽ നിന്ന് എന്ത് ചെയ്തു, ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കലി റിമൂവ് ചെയ്തതാണ്. കുറച്ച് ഈ ഒരു പിക്ചറിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് മാറിയത് കണ്ടോ. ഇങ്ങനെ ആയിരുന്നില്ല ആ പിക്ചർ. ഞാൻ കാണിക്കാം. കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ നല്ല ഒരു ഗ്രീൻ ലീഫൊക്കെ നമുക്ക് ഇതിൻ്റെ പുറകിൽ കാണാമായിരുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ ഈ ലോട്ടസ് എന്നുള്ള പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കാണിക്കാം. അപ്പോൾ അതിൽ ചേഞ്ച് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കണ്ടോ, അത്രയും പോർഷൻ്റെ കളർ തന്നെ എൻ്റയർലി മാറിയതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് ഏരിയ മാർക്ക് ചെയ്തിട്ട് ബാക്കി പോർഷനെ റിമൂവ് ചെയ്യാം. അല്ലാതെ മാർക്ക് ഏരിയ ടു റിമൂവ്, ഏതൊക്കെ പോർഷനാണോ നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് അത്ര ഏരിയാസിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ മാർക്ക് ഏരിയ ടു കീപ്പ്, നമുക്ക് സൂക്ഷിച്ച് വെക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റ് ആവശ്യമായിട്ടുള്ള പോയിന്റ്സ് ഏരിയ നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഡ്രോ ലൈൻസ് ടു മാർക്ക് ഏരിയ ടു കീപ്പ് ദ പിക്ചർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യമുള്ള പോർഷനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് ഈ ലോട്ടസ് വേണം, ലീഫും വേണമെന്ന് വയ്ക്കുക. കണ്ടോ, നമുക്ക് ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ലീഫും ഇത്രയും പോർഷൻസും നമുക്ക് ഇതിനകത്ത് ആവശ്യമാണ്. പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വാട്ടറിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം. നമുക്ക് ഈ റിഫ്ലക്ഷനും വേണ്ട. വാട്ടറിനകത്ത് ലോട്ടസിൻ്റെ ഒരു റിഫ്ലക്ഷൻ വന്നിട്ടുണ്ട്, റിഫ്ലക്ഷനും വേണ്ടെന്ന് വയ്ക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്രയും ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആ മാർക്ക് ചെയ്ത അത്രയും പോർഷൻസ് മാത്രം മതി. കീപ് ചേഞ്ചസ് എന്നുള്ളത് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, കണ്ടോ, നമ്മൾ ആ മാർക്ക് ചെയ്ത പോർഷൻ മാത്രം വന്നിട്ട് ബാക്കി അത്രയും റിമൂവ് ആയത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. മാർക്ക് ചെയ്ത പോർഷൻസ് മാത്രമേ എന്തുള്ളൂ ഇപ്പോൾ ഈ പിക്ചറിനകത്ത് ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പിക്ചറിൽ ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ട പോർഷൻസാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിനകത്ത് റിമൂവ് ചെയ്ത്, അതായത് ഡ്രോ ലൈൻ ടു മേക്ക് ഏരിയ ടു റിമൂവ് ദ പിക്ചർ. പിക്ചറിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ട അത്രയും ഭാഗത്തിന് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു പിക്ചറിൽ എനിക്ക് ഇത്രയും ഭാഗം എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. നോക്കാം നമുക്ക്. ഞാൻ ഇവിടെ നിന്ന് ഇത്രയും ഭാഗത്തിന് റിമൂവ് ചെയ്ത് കളയാനായിട്ട് പോവുകയാണ്. കണ്ടോ, എനിക്ക് ഈ ഫ്ലവർ വരെ മാത്രം മതി.
ഇത്രയും പോർഷന്. എന്നിട്ട് കീപ് ചേഞ്ചസ്. കണ്ടോ, ആ ഫ്ലവർ മാത്രം നിന്നിട്ട് ബാക്കി പോർഷൻ എന്തായി, ബാക്ക്ഗ്രൗണ്ടുള്ള അത്രയും പോർഷൻസ് റിമൂവായി. നിങ്ങൾക്ക് ഈ പിക്ചറിനകത്തും അതേ സെലക്ഷൻ കിടന്നതുകൊണ്ടാണ് ഈ ഫ്ലവർ മാത്രം നിന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് റിമൂവ് ആയത്. രണ്ടിലും സെലക്ഷൻ കിടക്കുമായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, രണ്ട് ഇതിനകത്തും ഒരുമിച്ച് എന്ത് സംഭവിച്ചു, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി. ഇനി ഡിസ്കാർഡ് ഓൾ ചേഞ്ചസ്, എല്ലാ ചേഞ്ചസിനെയും നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇമേജ് സെലക്ട് ചെയ്തു, ബാക്ക്ഗ്രൗണ്ട്, ഡിസ്കാർഡ് ഓൾ ഇമേജസ്. നെക്സ്റ്റ് ഇമേജ് സെലക്ട് ചെയ്തു, എന്ത് ചെയ്യാണ്, ഡിസ്കാർഡ് ഓൾ ചേഞ്ചസ്. കണ്ടോ, അപ്പോൾ എന്ത് സംഭവിച്ചു, നമ്മുടെ ഇമേജ് എല്ലാം പഴയ പൊസിഷനിലോട്ട് മാറിയത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അടുത്തത് കറക്ഷൻസ് എന്താണെന്ന് ജസ്റ്റ് നമുക്ക് ആദ്യം നോക്കാം. ഇംപ്രൂവ് ദ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ് ഓർ ഷാർപ്നെസ് ഓഫ് ദ പിക്ചർ. നമ്മുടെ പിക്ചറിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാം, കോൺട്രാസ്റ്റ് ചേഞ്ച് ചെയ്യാം, ഇമേജിൻ്റെ ഷാർപ്നെസ്സും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇത് നോർമലി നമ്മൾ ഫോണിനകത്തൊക്കെ ഓരോ ഫോട്ടോസിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് പവർ പോയിൻറ്റിനകത്തും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, ഓരോ ഇമേജസിൽ കൊണ്ടുപോകുമ്പോൾ കാണിക്കുന്നുണ്ട് സോഫ്റ്റ് ആൻഡ് 50%, 25%, 0%, ഷാർപ്പൻ. ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഷാർപ്പൻ ആയിട്ടുണ്ട്. കണ്ടോ, ഇനി ബ്രൈറ്റ്നസ്സിൽ ഓരോ ചേഞ്ചസ് നമുക്ക് എന്ത് ചെയ്യാം ഫോട്ടോസിൽ. ഇതിൽ നമ്മൾ ഓരോ മൗസ് പോയിൻ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതനുസരിച്ച് എന്ത് സംഭവിക്കുന്നുണ്ട്, ഫോട്ടോയിൽ ആ ചേഞ്ച് കാണിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഓരോ പിക്ചറിൽ ഫിൽറ്ററൊക്കെ ആഡ് ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യാം, ഇമേജിൽ ബ്രൈറ്റ്നസ് കൂടി വരുന്നത് നമുക്കറിയാൻ പറ്റും. കണ്ടോ, അവർ കൃത്യമായിട്ടും ഓരോ ഇമേജിൽ മൂവ് ചെയ്യുമ്പോഴും ആ ഒരു കോൺട്രാസ്റ്റിൻ്റെ ഇത്ര പെർസെൻറ്റേജ്, ബ്രൈറ്റ്നസ് ഇത്ര പെർസെൻറ്റേജ് എന്ന് കൃത്യമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് സെലക്ട് ചെയ്തു, അപ്പോൾ കണ്ടോ എന്ത്, ഇമേജിൽ നിന്ന് ആ ഒരു അത്രയും ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും ചേഞ്ച് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഇനി എന്ത് ചെയ്യുക, നമ്മുടെ അടുത്ത കമാൻഡാണ് കളർ. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇമേജിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ കളർ കൊടുക്കാം. അടുത്ത് നമ്മുടെ ഈ പ്രസൻറ്റേഷന് സ്യൂട്ടബിളായിട്ട് എത്ര മനോഹരമായിട്ടുള്ള കളറും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ കളേഴ്സൊന്നും അല്ല, കളർ ടോണും സാച്ചുറേഷൻ ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റീകളർ കൊടുക്കാം. കണ്ടോ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് എന്താണ് ഇതിനകത്തും അവൈലബിൾ ആണ്. അടുത്ത എന്താണ്, ആർട്ടിസ്റ്റിക് എഫക്റ്റ് എന്ന് നോക്കാം. ആഡ് ആർട്ടിസ്റ്റിക് എഫക്റ്റ് ടു ദ പിക്ചർ ടു മേക്ക് ഇറ്റ് ലുക്ക് മോർ ലൈക്ക് എ സ്കെച്ച് ഓർ പെയിൻറ്റിങ്. ഒരു പെയിൻറ്റിങ്ങോ സ്കെച്ചോ ഒക്കെ കാണുന്നത് പോലെ എന്ത് ചെയ്യാൻ പറ്റും, ആർട്ടിസ്റ്റിക്കായിട്ട് നമ്മുടെ പിക്ചറിനെ ചേഞ്ച് ചെയ്യാനായിട്ട് കുറച്ച് എഫക്ട്സ് ഇതിനകത്തുണ്ട്. നോക്കാം നമുക്ക്. കണ്ടോ, ഇത് ഒരു ഓയിൽ പെയിൻ്റ് ഒക്കെ കാണുന്ന ഒരു എഫക്റ്റ് ഉണ്ടല്ലേ. ഈ മാർക്കർ എന്നുള്ളത് എടുക്കുമ്പോൾ, മാർക്കറല്ല സോറി, ഇതായിരുന്നു ഓയിൽ പെയിൻറ്റ്. കണ്ടോ, ഓരോ ലൈറ്റ് സ്ക്രീൻ, ഇത് ഓരോന്നൊക്കെ ലോഡാവാൻ ലേറ്റ് ആവുന്നുണ്ട്. ഓരോന്നും ആ ഇതിൻ്റെ എഫക്ട്സ് ഈ പിക്ചറിൽ ആഡ് ചെയ്താണ് എന്ത് വരുന്നത്, നമുക്ക് റിസൾട്ട് കാണാൻ പറ്റുന്നത്. കണ്ടോ, നമുക്ക് നമ്മുടെ ഡ്രോയിങ്ങിനെ ഓരോ എഫക്റ്റിലോട്ട് കൊണ്ടുവരാനായിട്ട് ഈ ഒരു ആർട്ടിസ്റ്റിക് എഫക്റ്റ് എന്നുള്ള ഈ ഒരു കമാൻഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തത് എന്താണ് ഈ ട്രാൻസ്പെറൻസി എന്ന് നോക്കാം. എന്താണ് ട്രാൻസ്പെറൻസി? ജസ്റ്റ് ഒന്ന് പോയിന്റർ കൊണ്ടുപോവാണ്. അഡ്ജസ്റ്റ് ദ ട്രാൻസ്പെറൻസി ഓഫ് ദ പിക്ചർ ടു അലോ വാട്ട് ഈസ് ബിഹൈൻഡ് ഇറ്റ് ടു ബി സീൻ. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഇമേജിൻ്റെ പുറകിൽ എന്തെങ്കിലും നിങ്ങൾ ഒരു ഇമേജ് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, ആ ഒരു ഈ ഇമേജ് ലൈറ്റനാവും തോറും പുറകിലുള്ള ഇമേജും കൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണാനായിട്ട് തുടങ്ങും. ഇപ്പം ഞാൻ ഈ ഒരു ഇമേജിനെ ഞാൻ മൂവ് ചെയ്ത് ഈ ഒരു ഇമേജിൻ്റെ പുറത്താണ് വെക്കുന്നതെന്ന് വിചാരിക്കുക.
എന്നിട്ട് ഞാൻ ട്രാൻസ്പെറൻസി കൊടുക്കുകയാണ്. കണ്ടോ, ഈ ഒരു ഇമേജ് ലൈറ്റ് ആകും തോറും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടുള്ള ഇമേജ് എന്താവാൻ തുടങ്ങും, കുറേ കൂടെ ബ്രൈറ്റായിട്ട് കാണാനായിട്ട് തുടങ്ങും. കണ്ടോ, അതാണ് ട്രാൻസ്പെറൻസി എന്നുള്ള ഓപ്ഷൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ ഇമേജിനെ തിരിച്ച് മൂവ് ചെയ്ത് കൊണ്ടുവരാം. അടുത്തതും സെയിം നമ്മളിതിനകത്ത് കണ്ടതുപോലത്തെ കുറച്ച് എഫക്ട്സ് ആണ്. കംപ്രസ് പിക്ചറിൻ്റെ എന്താണ് ഡോക്യുമെൻറ്റിലുള്ള സൈസിനെക്കാട്ടിലും റെഡ്യൂസ് ചെയ്യുക. കംപ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സൈസിനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്ലൈ ഓൺലി ടു ദിസ് പിക്ചർ, ഈ പിക്ചറിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്യാം. ഡിലീറ്റ് ക്രോപ്ഡ് ഏരിയാസ് ഓഫ് ദ പിക്ചർ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്രോപ്പ് ചെയ്ത ഏരിയാസിനെ റിമൂവ് ചെയ്യാനായിട്ടുള്ള 2 ഓപ്ഷൻ ഇതിനകത്ത് ടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യുക, റെസൊല്യൂഷൻസ് ഇതിനകത്ത് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഒരു ഈ മെയിലൊക്കെ അയക്കാൻ പറ്റുന്ന ഒരു ഡോക്യുമെൻറ്റ് സൈസിലേക്ക് മാറ്റാം, വെബിലോട്ടൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന അതാണ് ഈ ഒരു ഓപ്ഷൻ. ഞാൻ ഈ ഡൗൺവേർഡിൽ നിന്ന് മേളിലോട്ടാണ് പറയുന്നത്. ഫസ്റ്റ് ഇതാണ് നമ്മൾ കാണുന്ന നോർമൽ ഡിഫോൾട്ട് റെസൊല്യൂഷൻ. എന്ത് ചെയ്യാം, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെയിലൊക്കെ അയക്കാൻ പറ്റുന്ന ഒരു സൈസിലോട്ട് മാറ്റും, വെബ് ആഡ് ചെയ്യുന്ന സൈസിലോട്ട്. പിന്നെ പ്രിൻ്റ് എക്സലൻറ്റ് ക്വാളിറ്റി ഓൺ മോസ്റ്റ് പ്രിൻറ്റേഴ്സ് ആൻഡ് സ്ക്രീൻസ്, പ്രിൻ്ററിലും സ്ക്രീനിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി സൈസിലോട്ട് മാറ്റാം. HD റെസൊല്യൂഷൻ കൊണ്ടുവരാം, ഗുഡ് ക്വാളിറ്റി ഓഫ് ഹൈ ഡെഫിനിഷൻ ഡിസ്പ്ലേ. അത് ഓക്കെ കൊടുത്ത് നോക്കാം ആ പിക്ചറിന് എന്ത് ചേഞ്ച് വന്നു. കണ്ടോ, കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി വന്ന ഒരു എഫക്റ്റാണ് നമ്മൾ ആ HD റെസൊല്യൂഷൻ കൊടുത്തപ്പോൾ സംഭവിച്ചത്. അടുത്തത് ചേഞ്ച് പിക്ചർ, റിമൂവ് ഓർ റീപ്ലേസ് ദ സെലക്റ്റഡ് പിക്ചർ വൈൽ മെയിൻറ്റെയിനിങ് ദ സൈസ് ആൻഡ് പൊസിഷൻ ഓഫ് ദ പിക്ചർ അല്ലെങ്കിൽ ഒബ്ജക്റ്റിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒന്നുകിൽ ഈ പിക്ചറിനെ ചേഞ്ച് ചെയ്ത് വേറൊരു പിക്ചർ ഇതിനകത്ത് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത സമയത്ത് നമ്മൾ ഈ പിക്ചർ ഈ പ്രസൻറ്റേഷന് സ്യൂട്ടബിൾ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് തന്നെ നേരത്തെ എടുത്ത പോലെ ഓപ്ഷൻസിൽ നിന്ന് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് ഒന്നുകിൽ ഡിവൈസിൽ നിന്ന് സെലക്ട് ചെയ്യാം, സ്റ്റോക്ക് ലൈബ്രറിയിൽ നിന്ന് എടുക്കാം, ഓൺലൈൻ സോഴ്സസിൽ നിന്നും എടുക്കാം. ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഐക്കൺസിൽ നിന്നും എടുക്കാൻ പറ്റും. ഐക്കൺസൊക്കെ ഇനി നമ്മുടെ ഇൻസേർട്ട് ടാബിനകത്ത് വരുന്ന കമാൻഡ്സാണ്, നമുക്ക് പഠിക്കാം എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ വരുന്നതാണ് റീസെറ്റ് പിക്ചർ. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പിക്ചറിനകത്ത് ചേഞ്ചൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, റീസെറ്റ് കൊടുക്കാൻ പറ്റും. റീസെറ്റ് കണ്ടോ, നമ്മൾ നേരത്തെ എങ്ങനെയാണോ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന പിക്ചർ ആ ഒരു ഫോർമാറ്റിലേക്ക് മാറി. അതായത് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്ത എല്ലാ എഫക്റ്റും എന്തായി, ചേഞ്ചായി. നമ്മൾ നേരത്തെയൊക്കെ ഫോണ്ടൊക്കെ ക്ലിയർ ചെയ്ത പോലെ എന്ത് സംഭവിച്ചു, നമ്മൾ ആഡ് ചെയ്ത എഫക്റ്റ് എല്ലാം അതിൽ നിന്ന് റിമൂവായി പിക്ചർ എന്തായി, റീസെറ്റ് ആയിട്ടുണ്ട്. അതിനാണ് നമ്മൾ എന്ത് യൂസ് ഡിസ്കാർഡ് ഓൾ ദ ഫോർമാറ്റിംഗ് ചേഞ്ചസ് യു മെയ്ഡ് ടു ദ പിക്ചർ. ആ പിക്ചറിൽ നിങ്ങൾ ചെയ്ത ഫോർമാറ്റിംഗ് എല്ലാം എന്ത് സംഭവിച്ചു, റിമൂവ് ആയിട്ടുണ്ട്. അടുത്തതാണ് നമ്മൾ ഇതിന് മുമ്പ് നോക്കിയിട്ടുള്ളതൊക്കെ തന്നെയാണ് പിക്ചർ സ്റ്റൈൽസ് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഗ്രൂപ്പ്. അതിനകത്ത് എന്തുണ്ട്, ക്വിക്ക് സ്റ്റൈൽസ് ഉണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ഒരു ടൈപ്പ് ഇതിനകത്ത് ഇപ്പോൾ ഫ്രെയിമിൽ ചേഞ്ച് വരുന്നുണ്ട്. കണ്ടോ, ഈ ഫോട്ടോയിൽ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫ്രെയിം ആഡ് ചെയ്യാം, ഷേപ്പ് ചേഞ്ച് ചെയ്യാം, ഓവലാക്കാം. കണ്ടോ, ഇതാണ്. ഇപ്പോൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു ചരിച്ച് ഫോട്ടോസിനെ ക്രോപ്പ് ചെയ്ത് ചരിവൊക്കെ കൊണ്ടുവരുത്തിയും പിന്നെ ഇങ്ങനെ നമ്മളൊരു 3D എഫക്റ്റ് കൊടുത്തൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ പിക്ചറിൻ്റെ എഫക്റ്റിൽ എന്ത് ചെയ്യാം, ചേഞ്ച് വരുത്താം. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ടൂളാണ് ഈ ക്വിക്ക് സ്റ്റൈൽ എന്ന് പറയുന്ന ഈ ടൂള്. അടുത്തത് നമ്മൾ നോർമലി പിക്ചറിലൊക്കെ കണ്ടത് തന്നെ ആയിരിക്കും ഈ പിക്ചർ ബോർഡർ. നമുക്ക് എന്ത് ചെയ്യാം, ഈ ബോർഡറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കളർ. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പിക്ചറിൻ്റെ ബോർഡർ എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറ് അല്ലെങ്കിൽ ഈ പിക്ചറിന് സ്യൂട്ടബിൾ ആവുന്ന ഒരു കളർ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരു ഫ്രെയിമായിട്ടോ ബോർഡറായിട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു കളർ ആഡ് ചെയ്തെന്നേ ഉള്ളൂ. കണ്ടോ, അപ്പോൾ ആ കളർ എന്തായിട്ടുണ്ട്, ഈ പിക്ചറിന് ഒരു ഫ്രെയിം പോലെ അല്ലെങ്കിൽ ഒരു ഔട്ട്ലൈൻ പോലെ ആഡ് ആയിട്ടുണ്ട്. അടുത്തതാണ് പിക്ചർ എഫക്റ്റ്. നമ്മൾ നോർമലി ഇതിനകത്ത് കണ്ടതൊക്കെ തന്നെയാണ്, സെയിം എഫക്ട്സ് ആണ് ഓരോന്ന്. കണ്ടോ, ജസ്റ്റ് ആ ഒരു 3D എഫക്റ്റ് എന്ത് വരും, ആ പിക്ചറിനൊരു 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എഫക്റ്റുകളാണ് ഇതൊക്കെ. സെയിം തന്നെ ആയിരുന്നു. പ്രീസെറ്റ്, ഷാഡോ, റിഫ്ലക്ഷൻസ്, ഗ്ലോ, സോഫ്റ്റ് എഡ്ജസ്,
ബെവൽ 3D റൊട്ടേഷൻ കണ്ടോ. നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിലേക്കൊക്കെ എന്ത് ചെയ്യാം, ആ ഇമേജിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിത്രയാണ് മെയിൻലി എന്തിനകത്ത് വരുന്നത്, ഈ പിക്ചർ സ്റ്റൈൽസ് എന്ന് പറയുന്ന ഈ കമാൻഡ് ഗ്രൂപ്പിനകത്ത് വരുന്നത്. അടുത്തതാണ് നമ്മൾ ഓൾറെഡി ആ ഷേപ്പിൽ വന്നതായിരുന്നു ഈ ഓൾട്ട് ടെക്സ്റ്റ് എന്നുള്ള ഈ ഒരു കമാൻഡ് ഗ്രൂപ്പ്. ഞാൻ അപ്പോഴേ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു നമുക്കിത് ഇൻസേർട്ട് ടാബിനകത്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഈ ഓൾട്ട് ടെക്സ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ക്രിയേറ്റ് ടെക്സ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഒബ്ജക്റ്റ് ഫോർ സ്ക്രീൻ റീഡേഴ്സ്. ഇത് ഈ ഇമേജ് കാണാൻ നിൽക്കാത്തവർക്ക് എന്ത് ചെയ്യാം, ഈ സ്ക്രീൻ റീഡേഴ്സിനെ സംബന്ധിച്ച് ഇമേജ് നോക്കുന്നതിന് പകരം ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എന്താണ് ഈ ഇമേജിനകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ചില ഇമേജ് ഇപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതെന്താണ്, ജസ്റ്റ് ഒരു ഫ്ലവറാണ്. ഇപ്പം നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു ഇമേജ് കൊണ്ടുവരികയാണ്, നമുക്കിപ്പോൾ ഈ സ്റ്റോക്ക് ഇമേജിനകത്ത് തന്നെ നോക്കാം. ഇതിനകത്ത് കണ്ടോ കുറച്ച് ഓപ്ഷൻസ് ഇതിനകത്ത് കണ്ടോ. ഇപ്പം ഈ ഒരു ഇമേജ് ഇത് എന്ത് ഇമേജാണെന്ന് ആദ്യം കാണുന്നവർക്ക് മനസ്സിലാവണമെന്നില്ല. ഇത് എന്തിനെ റിലേറ്റ് ചെയ്തുള്ള ഇമേജാണ് എന്നുള്ള കാര്യം സാധാരണ ഒരു വ്യക്തിക്ക് അറിയണമെന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇമേജിനെ ആഡ് ചെയ്തിട്ട് ഇത് എന്താണെന്നുള്ളത് ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ അറിയാനായിട്ട് പറ്റും. നമുക്ക് നോക്കാം. കണ്ടോ ആ ഇമേജ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇമേജിനെ നമുക്ക് ഈ ഓൾട്ട് ടെക്സ്റ്റ് എന്നുള്ള ഈ കമാൻഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ ഒരു ടാസ്ക് പെയിൻ ഓൺ ആവും. അപ്പോൾ അതിനകത്ത് ഡിസ്ക്രിപ്ഷൻ വന്നു, എ ഡിജിറ്റൽ ബാലൻസ് സ്കെയിൽ യൂസിങ് സർക്കിൾസ് യൂസ് ചെയ്ത് എന്താണ് അവരിവിടെ കാണിച്ചിരിക്കുന്നത്, ഒരു ബാലൻസ് സ്കെയിലാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് എന്തോ ഒരു ഈ കൊച്ചു കുട്ടികൾ എന്തെങ്കിലുമൊക്കെ കപ്പോ അങ്ങനെയൊക്കെ വെച്ച് എന്താണ് ഈ ബിൽഡ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ വെച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പോലെയെന്ന് ചിലപ്പോൾ ആൾക്കാർ ചിന്തിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ ഡിജിറ്റൽ ബാലൻസ് സ്കെയിൽ എന്ന് ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ വരുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് നമ്മൾ ഈ നമ്മുടെ പിക്ചർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് ഒരു വ്യക്തിക്ക് ഇത് വായിച്ച് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് പറ്റും. അതാണ് ഈ ഓൾട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് നമ്മളിതിനകത്ത് പഠിച്ച കാര്യം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതായത് വേറൊന്നുമില്ല, ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ, എന്താണ് നമ്മുടെ പിക്ചർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതാണ് ഈ ഡിസ്പ്ലേ ഓൾട്ട് ടെക്സ്റ്റ് എന്നുള്ളത്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു ടാസ്ക് പെയിൻ ഓപ്പൺ ആവും. ആ ടാസ്ക് പെയിനകത്താണ് വരുന്നത്, ഈ പിക്ചറിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ വരുന്നത്. നമുക്ക് ഈ ഇമേജിനെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നോർമലി ഇപ്പോൾ ഒരു ഫ്ലവറാണ്, ഞാൻ ഈ ഇമേജിനെ റിമൂവ് ചെയ്തു. ഇതൊരു ഫ്ലവറാണ്, ഇതൊരു ലോട്ടസ് ഫ്ലവറാണ്. ഞാനിവിടെ ഓൾട്ട് ടെക്സ്റ്റ് കൊടുക്കുകയാണ്. കണ്ടോ, എ പിങ്ക് ഫ്ലവർ ഓൺ എ ലില്ലി പാഡ്. ലില്ലി പാഡിനകത്ത് എന്തുണ്ട്, ഒരു പിങ്ക് ഫ്ലവർ നിൽക്കുന്നു. അടുത്ത ഇതാണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, എ ബഞ്ച് ഓഫ് ഫ്ലവർ, ഒരു ഫ്ലവേഴ്സിൻ്റെ ബഞ്ച്. കണ്ടോ, ഇതും എന്താണ്, എ ക്ലോസപ്പ് ഓഫ് എ ഫ്ലവർ, ഒരു ഫ്ലവറിൻ്റെ ക്ലോസപ്പ് ഇമേജാണ്. ഇന്ന് ഇതിനകത്ത് എന്തുണ്ട്, കൃത്യമായിട്ടും അവർ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് ഓൾട്ട് ടെക്സ്റ്റ് എന്നുള്ളത്. നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതാണ് നമ്മൾ നോർമലി ഇതിനകത്ത് പഠിക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ ഒരു ഫോട്ടോയെ എന്ത് ചെയ്യുക, ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ഒക്കെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ ഇപ്പോൾ സെൻഡ് ബാക്ക്വേർഡ് കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഇമേജ് ഫ്രണ്ടിൽ വന്നിട്ട് മറ്റേ ഇമേജ് ബാക്കിലേക്കൊക്കെ പോകും. നമ്മൾ സെയിം ഷേപ്പിനകത്ത് പഠിച്ച കാര്യങ്ങളായതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതിനകത്ത് ലാസ്റ്റ് വരുന്നതാണ് ഈ സൈസ് എന്ന് പറയുന്നത്. സൈസ് എന്ന് പറയുന്നതിനകത്ത് ക്രോപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ഹൈറ്റും വിഡ്ത്തും. ക്രോപ്പ് ഓപ്ഷൻ എന്താണ് നോക്കാം നമുക്ക്. അപ്പോൾ ഈ ഇമേജിനെ നമുക്ക് ക്രോപ്പ് ചെയ്യണം. ഇമേജിനെ ക്രോപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, അപ്പോൾ ഒരു ആംഗിൾ ബ്രാക്കറ്റ് പോലത്തെ അല്ലെങ്കിൽ ഒരു ഫ്രെയിമിൻ്റെ ഒരു സിമ്പിൾ നമുക്കിവിടെ ഓപ്പണായി. അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഈ ഒരു ഫ്ലവർ മാത്രം മതിയെങ്കിൽ അതിനെ ക്രോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇവിടെ എൻ്റർ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ആ ഒരു ഇമേജ് ക്രോപ്പ് ചെയ്തിട്ട് എൻ്റർ കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു നമ്മൾ ക്രോപ്പ് ചെയ്ത അത്രയും പോർഷൻ മാത്രമേ എന്ത് കിട്ടുള്ളൂ, നമുക്കിതിനകത്ത് അവൈലബിൾ ആവുള്ളൂ.
ഇനി എന്ത് ചെയ്യുക, ഷേപ്പിൻ്റെ ഓരോ ഫോർമാറ്റിൽ ക്രോപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ ഡയമണ്ട് ഷേപ്പ് ക്ലിക്ക് ചെയ്യുകയാണ്. ഡയമണ്ട് ഷേപ്പ് ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടോ ആ ഒരു ഇമേജ് എന്തിനകത്ത് മാറി, ഒരു ഡയമണ്ട് ഷേപ്പിനകത്ത് മാറിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അടുത്തതാണ് ആസ്പെക്റ്റ് റേഷ്യോ എന്ന് പറയുന്നതുണ്ട്. അതായത് ഓരോ റേഷ്യോ ബേസിസിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നമുക്ക് ക്രോപ്പ് ചെയ്ത് കാണാൻ പറ്റും. ഇപ്പോൾ 1:1, അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇവിടെ ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം 1:1 എന്ന് പറയുന്ന ഒരു റേഷ്യോയിൽ മാത്രം ആ ഒരു പോർഷൻ മാത്രം എന്താവും കളറായിട്ടും ബാക്കിയെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോർഷനിലും കാണാൻ പറ്റും. കണ്ടോ, ഇതിപ്പോൾ ഈ ഷേപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാനൊരു റെക്റ്റാങ്കിൾ ഷേപ്പാണ് എടുത്തത്, കണ്ടോ. എന്നിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ റേഷ്യോ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് 2:3. കണ്ടോ, അപ്പോൾ ആ 2:3 അത്രയും പോർഷൻ മാത്രം കളർഫുള്ളും ബാക്കി എന്താവും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടും മാറും. അടുത്തത് ഫിൽ എന്ന് പറയുന്ന ഓപ്ഷനാണ്. റീസൈസ് ദ പിക്ചർ സോ ദാറ്റ് ദ എൻറ്റയർ പിക്ചർ ഏരിയ ഈസ് ഫിൽഡ് വൈൽ മെയിൻറ്റെയിനിങ് ദ ഒറിജിനൽ ആസ്പെക്ട് റേഷ്യോ. ഒറിജിനൽ ആസ്പെക്ട് റേഷ്യോ എന്ന് ബാക്കി എത്രയും പോർഷൻ എന്താവും ഫില്ലാവും. കണ്ടോ, ആ നമ്മളിപ്പോൾ എത്ര റേഷ്യോ ആണ് കൊടുത്തിരുന്നത്, ആ 2:3 എന്നുള്ള റേഷ്യോ ഒഴിച്ചിട്ട് റേഷ്യോ അത്രയും ഫില്ലായിട്ട് ബാക്കി എന്താവും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നിൽക്കും. അതാണ് ഈ ഫിൽ എന്ന് പറയുന്ന കമാൻഡ്. അടുത്ത ഈ ഫിറ്റ് എന്താണെന്ന് നോക്കാം. റീസൈസ് ദ പിക്ചർ സോ ദാറ്റ് ദ എൻറ്റയർ പിക്ചർ ഡിസ്പ്ലേ ഇൻക്ലൂഡ് ദ പിക്ചർ ഏരിയ വൈൽ മെയിൻറ്റെയിനിങ് ദ ഒറിജിനൽ ആസ്പെക്ട് റേഷ്യോ. നമുക്ക് ക്ലിക്ക് ചെയ്യാം. കണ്ടോ, ആ പഴയ എന്താണ് റേഷ്യോ എന്താണ് ഈ 2:3 എന്നുള്ള റേഷ്യോ എന്തായിട്ടുണ്ട്, ആ ഫ്രെയിം അവിടെ തന്നെയുണ്ട്, പക്ഷേ എന്തായി പിക്ചർ ഈ ഫ്രെയിമിനകത്തേക്ക് സ്മോളായി. അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ആ പിക്ചർ എല്ലാം നമുക്ക് കംപ്ലീറ്റ് പിക്ചർ നമുക്ക് ഫ്രെയിമിനകത്ത് വന്നിട്ടുണ്ട്. ഫ്രെയിം എന്തായിട്ടുണ്ട് കുറച്ച് വലുതായിട്ട് പിക്ചർ ഫുള്ളി അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്. അതാണ് ഈ ഫിറ്റ് എന്ന് പറയുന്നത്. അതായത് ആ പിക്ചർ ആ ഫ്രെയിമിനുള്ളിൽ ഫിറ്റായിട്ട് നിന്നിട്ടുണ്ട്. ഇതാണ് ക്രോപ്പ് ഓപ്ഷൻ. അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഹൈറ്റ്, പിക്ചറിൻ്റെ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനുമായിട്ട് നമുക്കിവിടെ എന്താണ് കമാൻഡ് അവൈലബിൾ ആണ്. പിന്നെ എന്ത് ചെയ്യാം, ഇനി വിട്ടാണ് കൂട്ടേണ്ടതെങ്കിൽ എന്ത് ചെയ്യാം, വിട്ടും കൂട്ടാനായിട്ട് പറ്റും. കൂട്ടാനും ഇവിടെ ഈ ഡൗൺ ആരോയിൽ എന്ത് ചെയ്യുക, നമുക്ക് വിട്ട് കുറയ്ക്കാനും ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതിത്രയാണ് നമ്മളെ പിക്ചർ ഫോർമാറ്റിനകത്തുള്ള കമാൻഡ്സ്. ഫസ്റ്റ് എന്തായിരുന്നു നമ്മൾ പഠിച്ച അഡ്ജസ്റ്റ് കമാൻഡ്, പിക്ചർ സ്റ്റൈൽ എന്നുള്ള കമാൻഡ്, ആക്സസിബിലിറ്റി എന്നുള്ള കമാൻഡ് ഗ്രൂപ്പിനകത്തുള്ള ഓൾട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്ന കമാൻഡ്, അറേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ നോർമലി എല്ലാ ഇതിനകത്തും പഠിച്ചു പോകുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞത്. പിന്നെ പഠിച്ചത് സൈസ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പിൽ ക്രോപ്പ് എന്നുള്ള കമാൻഡും ഹൈറ്റും വിട്ടും. അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിക്ചർ ഫോർമാറ്റ് ഗ്രൂപ്പാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കൃത്യമായും ടീച്ചേഴ്സിനായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഞങ്ങൾ ക്ലിയർ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയുക. പറയുന്നതെല്ലാം ക്ലിയർ ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. താങ്ക് യു.